വനിതാ അഭിഭാഷകയോട് ജസ്റ്റിസ് എ ബദറുദ്ദീൻ മോശമായി സംസാരിച്ചുവെന്ന വിവാദത്തിൽ നടപടിയുമായി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ. ജസ്റ്റിസ് എ ബദറുദ്ദീനെ കേരള ഹൈക്കോടതിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷക അസോസിയേഷൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകും. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ കോടതി ബഹിഷ്കരിക്കുന്നത് അവസാനിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, അഭിഭാഷക അസോസിയേഷന്റെ നീക്കങ്ങൾ ഏത് തരത്തിലാണ്? ഈ അഭിഭാഷക അസോസിയേഷൻ നിലവിലിപ്പോൾ ജസ്റ്റിസ് എ ബദറുദ്ദീനെതിരായിട്ടുള്ള പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതായത് കേരള ഹൈക്കോടതിയിൽ നിന്നും തൽക്കാലം ജസ്റ്റിസ് എ ബദറുദ്ദീനെ മാറ്റണം എന്നൊരാവശ്യം കൂടി അവർ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകുമെന്നും ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പറയുന്നു. ഭാവിയിൽ ഇത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടായാൽ എല്ലാ കോടതികളും ബഹിഷ്കരിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് അഭിഭാഷക അസോസിയേഷൻ നൽകുന്നത്. ജസ്റ്റിസ് എ ബദറുദ്ദീനെതിരെ നേരത്തെയും സമാനമായ ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അഭിഭാഷക അസോസിയേഷൻ പറയുന്നത്. അതേസമയം ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചീഫ് ജസ്റ്റിസിന്റെ ചേംബറിൽ വെച്ച് ഈ മോശമായി പെരുമാറി എന്ന പരാതി നൽകിയ അഭിഭാഷകയോട് മാപ്പ് പറഞ്ഞിരുന്നു, ഖേദം പ്രകടിപ്പിച്ചിരുന്നു. അന്ന് ഈ അഭിഭാഷകയ്ക്കൊപ്പം കൂടെ പോയത് മുതിർന്ന അഭിഭാഷകൻ കൂടിയായ ജോർജ് പൂന്തോട്ടമാണ്. അഭിഭാഷക അസോസിയേഷൻ ഇടപെട്ട വിഷയത്തിൽ ജോർജ് പൂന്തോട്ടം അവരറിയാതെ ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ജോർജ് പൂന്തോട്ടത്തെ അഭിഭാഷക അസോസിയേഷനിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അസോസിയേഷനിൽ ഇപ്പോൾ രണ്ടഭിപ്രായം വന്നിരിക്കുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാത്തിരുന്ന് കാണാം ഇനിയോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.